ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റർ എക്സിറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും വാലുവേഷൻ്റെ പുറത്താണ്. നമുക്കിവിടെ ഡിവിഡൻഡോ മന്ത്ലി റിട്ടേണോ ROI പരിപാടിയോ ഇല്ല. പക്ഷേ എങ്ങനെ ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യാം? അവിടെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള വാലുവേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കമ്പനിക്ക് ഒരു 10 കോടി വാലുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 10 കോടി മീൻസ് ഇപ്പോൾ 2 കോടിയോ 3 കോടിയോ ടേൺ ഓവർ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു കമ്പനിക്കാണ് നമ്മളൊരു 10 കോടി കൺസർവേറ്റീവായിട്ട് വാലുവേഷൻ പറയാം. ഞാനിപ്പോൾ 1 കോടി രൂപയാണ് ഫണ്ട് റേസ് ചെയ്തത്. അതായത് 1/10 10% ഇക്വിറ്റിയോ അല്ലെങ്കിൽ ഇക്വിറ്റി ഈക്വൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റോ നമ്മൾ കൊടുക്കുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ക്യാപ് ടേബിളിൽ നിന്ന് 10% ഡൈലൂട്ടായിട്ട് നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. ഈ 1 crore ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റർക്ക് എപ്പോൾ എക്സിറ്റ് കൊടുക്കാം? ഫസ്റ്റ് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കണം എപ്പോൾ എക്സിറ്റ് വേണം എന്നുള്ളത്. നമുക്കൊരു 3 ഇയറോ 4 ഇയറിനോ ശേഷം ഒരു ഫണ്ട് വരുന്നുണ്ട്. നമ്മളിപ്പോഴുള്ള 3 കോടി എന്ന് പറയുന്ന നമ്മുടെ ടേൺ ഓവറിനെ ഈ 1 crore ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 5-6 കോടി രൂപ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാലുവേഷൻ വിൽ ബി 20 to 25 crore ആയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് 1.5x ആണ്. അതായത് 10 കോടിക്ക് ഒരു കോടി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന വാല്യുവേഷൻ 25 കോടിയാണ്. അതായത് 1 കോടി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2.5 crore ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ പോയിന്റിൽ കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാം. പക്ഷേ ബൈബാക്ക് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയും ഫ്രീ റിസർവ്സും വേണം. അതല്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ വേറെ ഇൻവെസ്റ്റർ വരുമ്പോൾ ഈ ഷെയർ അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് എക്സിറ്റ് ആവാം. അതല്ല മൾട്ടിപ്പിൾ റൗണ്ടിലേക്കോ IPO പോയിന്റിലേക്കോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഇൻവെസ്റ്റർക്ക് ഏത് പോയിന്റിൽ എക്സിറ്റ് കൊടുക്കണം എന്നതും ഒരു ഫൗണ്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നല്ലൊരു എക്സിറ്റ് കൊടുത്താൽ അവർ തന്നെ അടുത്ത ഫണ്ട് ഇടുകയും അടുത്ത റെഫറൻസ് കിട്ടുകയും നമുക്ക് ചെയ്യും. ഈ ഒരു ക്ലാരിറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടതും പറഞ്ഞ് ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യേണ്ടതും. അൾട്ടിമേറ്റ്ലി ഈ വാലുവേഷനും ബ്രാൻഡും എല്ലാം നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, EBITDA, ടേൺ ഓവറിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്.